ഈ മനുഷ്യനൊക്കെ ഇവിടെ ആ കാലഘട്ടത്തിലുള്ള റെക്കോർഡിങ് തൊട്ട് ഈ കാലഘട്ടത്തിലുള്ള റെക്കോർഡിങ് വരെ നേരിട്ട് കണ്ട ആൾക്കാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവരെയൊക്കെ നമിക്കുന്നു. ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളൊക്കെ ആ സമയത്ത് ജനിച്ചിരുന്നെങ്കിൽ ഇത് എങ്ങനെ ആയിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് അന്നത്തെ കാലത്തുള്ള ആളുകൾ അതങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇന്നത്തെ കാലത്തുള്ള നമ്മൾക്കത് അറിയില്ല. പഠിച്ചാൽ ആ സമയത്ത് ആരെങ്കിലും പഠിപ്പിച്ച് തന്നിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലായേനെ. ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് ഒരു വലിയൊരു ട്രാൻസിഷൻ പീരീഡിലാണ് ഈ ഹോൾ ഈവൻ ഫിലിം ഇൻഡസ്ട്രി. ലോകം 100-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അത് ക്യാച്ചപ്പ് ചെയ്യണം കേട്ടോ. അപ്ഡേറ്റഡ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. എങ്ങനെ ഔസേപ്പച്ചൻ സാറിൻ്റെ പേര് പറഞ്ഞപ്പം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് പറയാൻ തോന്നി, അത്രേ ഉള്ളൂ. അണ്ണാച്ചിയുടെ കാര്യം പറഞ്ഞത്, അദ്ദേഹം പോകുന്ന സ്റ്റുഡിയോകളിലെല്ലാം അദ്ദേഹം തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അണ്ണാച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ പ്രോ ടൂൾസിൽ ശരത്തെ അവന്മാർ കണ്ടുപിടിച്ചതിനേക്കാളും ഷോർട്ട് കട്ട്സ് എനിക്കറിയാം. അതെ, ശരിയാ. ഇങ്ങനെയൊക്കെ കൈയൊക്കെ വെച്ചിട്ട് മൊത്തം ഇരുന്ന് ചെയ്യുക. എവിടെ സ്റ്റുഡിയോ പോയാലും എഞ്ചിനീയർക്ക് ജോലിയില്ല. അദ്ദേഹം സത്യം, അദ്ദേഹം തന്നെ കയറി അപ്പോഴേ മാറ്റിയിട്ട് ആ മൗസ് കയ്യിലെടുത്ത് വെച്ച് ജയിച്ചു. അതുകൊണ്ട് ചില സ്റ്റുഡിയോയിൽ ഔസേപ്പച്ചൻ എന്നല്ല മൗസേപ്പച്ചൻ. അത് അണ്ണാച്ചിക്ക് അറിയാം. അണ്ണാച്ചി അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഔസേപ്പച്ചൻ സാർ ആകെ വർക്ക് ചെയ്ത് എനിക്കത് ബിജു ചേട്ടൻ്റെ കൂടെ മാത്രമേ അത്രേ ഉള്ളൂ. ബിജു ചേട്ടൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യണം. അതും ബിജു ചേട്ടൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ കയറി ഇരിക്കും. എന്നിട്ട് മാറ്റും. എന്തെങ്കിലും വൈറലാക്കാനുള്ള എന്തെങ്കിലും ബിജുവിന് കലക്കി കൊടുത്തിട്ട് അവിടെ കയറി. അത്ര ഇഷ്ടമാണ് അണ്ണാച്ചിക്ക് റെക്കോർഡ് ചെയ്യാനോ അതിന്റെ എല്ലാ ഷോർട്ട് കട്ട്സും അറിയാം. അതേപോലെ തന്നെയാണ് പുള്ളിയുടെ ശിഷ്യനും ആര്, ഗോപിച്ചേട്ടനും ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ റെക്കോർഡിംഗ് എഞ്ചിനീയറിന്റെ ആവശ്യമില്ല. പുള്ളി തന്നെ ഇങ്ങോട്ട് കീബോർഡിലേക്ക് നോക്കില്ല, സ്ട്രെയിറ്റ് സ്ക്രീൻ നോക്കിയിട്ട് എല്ലാം ചെയ്യും. അത്ര പ്രാക്ടീസാണ്. ഔസേപ്പച്ചൻ ഞാൻ കണ്ട് ഞെട്ടി. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് ഞെട്ടിയാനേക്കാളും കൂടുതൽ ഞാൻ അദ്ദേഹം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ട് ഞെട്ടി. എത്ര കാരണം അതുകൊണ്ടിരിക്കുക. ഓ, വല്ലാത്തൊരു മനുഷ്യൻ തന്നെ അണ്ണാച്ചി. അതുകൊണ്ട് ഔസേപ്പച്ചൻ സാറിന് ഒരു നമ്മളെല്ലാവരുടെയും ഞങ്ങളെല്ലാവരും വക ഒരു കുമ്പിടും അണ്ണാച്ചി.